ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ചക്ക എരിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിന് ഒരല്പം മധുരത്തോട് കൂടിയിട്ടുള്ള ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ നേരത്തെ തന്നെ ഞാൻ ചക്ക വെട്ടിപ്പറക്കി ക്ലീനാക്കി എടുത്തിരുന്നു. ഇനി ഇത് നല്ലതുപോലെ 2-3 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി നമുക്ക് എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഈ ചക്കയുടെ കുരു കൂടി ഞാൻ നല്ലതുപോലെ ക്ലീനാക്കി ആവശ്യത്തിലേറെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിശ്ശേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവേ. നമുക്കിനി ആവശ്യത്തിലേറെ കറിവേപ്പിലയും ആവശ്യത്തിനു മാത്രം ഉപ്പും ചേർത്തതിന് ശേഷം ഈ ചക്ക വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചതിന് ശേഷം ലിഡ് അടച്ച് നമുക്ക് ഗ്യാസ് സ്റ്റൗവിലോട്ട് ഒരു 7-8 വിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് നല്ലതുപോലെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി എരിശ്ശേരിയുടെ കൂട്ട് തയ്യാറാക്കുന്നതിനായി ഞാനൊരു 2.5 പിടി നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ മുഴുവൻ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജീരക പൗഡറും കുരുമുളക് പൗഡറും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വീണ്ടും ഞാൻ കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അളവ് ഞാൻ കൃത്യമായി ടാഗ് ചെയ്തേക്കാവേ. ഞാൻ ഈ എടുത്ത ചേരുവകളിൽ 2 എണ്ണം മാത്രം നല്ലതുപോലെ ഇടികല്ലിൽ ഇടിച്ച് വേണം നമുക്ക് ചേർക്കാനായിട്ട്. എന്നാലേ അതിൻ്റെ ഫ്ലേവർ ഈ ചക്ക എരിശ്ശേരിയിലോട്ട് ഇറങ്ങത്തുള്ളൂ. ഒന്ന് കുരുമുളകും രണ്ടാമത്തേത് വെളുത്തുള്ളിയുമാണ് കേട്ടോ. ഞാൻ ഇത് രണ്ടും 2 പ്രാവശ്യമായിട്ട് ഇടിച്ച് ഞാൻ ഈ നാളികേരത്തിനോടൊപ്പം തന്നെ ചേർക്കുന്നുണ്ട്. നമുക്കിനി ഈ ചേരുവകളെല്ലാം കൂടി മുഴുവനായി തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. ചക്ക നല്ലതുപോലെ തന്നെ ഈ സമയം കൊണ്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രഷറെല്ലാം പോയതിനു ശേഷം നമുക്കതിൻ്റെ ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടെ വേണം കേട്ടോ. ഞാൻ ഈ തവി കൊണ്ട് നല്ലതുപോലെ ഇളക്കി നോക്കിയപ്പോഴേക്ക് ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് അതിൻ്റെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഈ കൂട്ടിനോടൊപ്പം ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് വേണം ഇത് ഇളക്കിയെടുക്കാനായിട്ട്. ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി നമുക്ക് അതിലോട്ടൊന്ന് ചേർത്ത് ഇളക്കാവേ. ഈ സമയത്ത് തന്നെ ഉപ്പ് കറക്റ്റാണോ എന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കണേ. തവി ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചപ്പോഴേക്കും ചക്ക എരിശ്ശേരിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. എരിശ്ശേരിയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് കടുക് താളിക്കാവേ. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ ഉഴുന്ന് പരിപ്പുണ്ടല്ലോ, അത് നമുക്ക് ഇച്ചിരി ഏറെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടുക് താളിക്കൽ സ്റ്റേജ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ കടുക് താളിച്ച എല്ലാ ഐറ്റവും കൂടി നമുക്ക് ഈ എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇതേ നോക്കിയേ, നമ്മുടെ ചക്ക എരിശ്ശേരി എന്ത് നല്ല ഭംഗിയായിട്ട് കുക്കായിട്ടുണ്ടെന്ന്. ഇതുപോലെ എല്ലാവരും തന്നെ ഒരു ചക്ക എരിശ്ശേരി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചെറിയ മധുരത്തോടു കൂടിയുള്ള ചക്ക വേണം നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ ഇപ്പോൾ ടാറ്റാ.